ഇനി എന്താണ് പരിശുദ്ധ ഖുർആനും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം? ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. പരിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമോ ചരിത്ര ഗ്രന്ഥമോ ഒന്നുമല്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്, ഒരു മാർഗദർശക വെളിപാടാണ്. ദൈവം തമ്പുരാനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ്, അന്തിമ പ്രവാചകനുള്ള മാനുഷിക ദൃഷ്ടാന്തമാണ്. എന്നാൽ എങ്ങനെയാണ് ശാസ്ത്രവുമായി പരിശുദ്ധ ഖുർആൻ ബന്ധപ്പെടുന്നത്? എന്താണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നാം നടത്തുന്ന പര്യവേഷണങ്ങളാണ്, ഗവേഷണങ്ങളാണ്. നമ്മുടെ തലച്ചോറ് കൊണ്ട് നാം ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ശാസ്ത്രം. നമ്മുടെ കണ്ണും കാതും മൂക്കും നാക്കും ത്വക്കുമാകുന്ന പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് നൽകുന്ന അറിവ്, നമ്മുടെ അറിവിന്റെ വാതായനങ്ങളാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ. ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന അറിവ് നമ്മുടെ മസ്തിഷ്കത്തിൽ വെച്ച് നാം സിന്തസൈസ് ചെയ്യുന്നു, അപഗ്രഥിക്കുന്നു. അങ്ങനെ അപഗ്രഥിച്ചിട്ടാണ് നമ്മൾ പുതിയ നിഗമനങ്ങളിലും സിദ്ധാന്തങ്ങളിലും തത്വങ്ങളിലും എല്ലാം എത്തിച്ചേരുന്നത്. ഇതാണ് ശാസ്ത്രത്തിന്റെ രീതി. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവ വേദ്യമാകുന്ന കാര്യങ്ങളാണ് ശാസ്ത്രത്തിന്റെ അപഗ്രഥനത്തിനുള്ള റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തു. അതേസമയം നമ്മുടെ തലച്ചോറാണ്, നമ്മുടെ മസ്തിഷ്കമാണ്, നമ്മുടെ ചിന്തയാണ്, മനുഷ്യ ബുദ്ധിയാണ് ശാസ്ത്രം എന്ത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മുടെ ചിന്തക്ക് ചില പരിമിതികളുണ്ട്. നമ്മുടെ ചിന്തക്ക് പരിമിതി, ഇന്ന് ശാസ്ത്രത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പദാർത്ഥാതീതമായ പ്രപഞ്ചാതീതമായ അസ്തിത്വത്തെ കുറിച്ച് നമ്മുടെ ചിന്തക്ക്, നമ്മുടെ അറിവിന് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. നമ്മുടെ ചിന്തക്ക് അതീതമാണ്. പ്രപഞ്ചാതീതമായ യാഥാർത്ഥ്യങ്ങൾ, പദാർത്ഥാതീതമായ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ചിന്തക്ക് അതീതമാണ്. ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ടൈം സ്പേസ് കോണ്ടിന്യൂത്തിന് അതീതമായ, സ്ഥലകാല നൈരന്തര്യത്തിന് അതീതമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ മസ്തിഷ്കം പര്യാപ്തമല്ല. പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ, അഥവാ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ കാര്യങ്ങളെ കുറിച്ചാണ്. അഥവാ സൃഷ്ടാവായ തമ്പുരാനെ കുറിച്ച് പറയുന്നു. സൃഷ്ടാവായ തമ്പുരാൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, പദാർത്ഥ ലോകത്തിന്റെ സൃഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ പദാർത്ഥാതീതനാണ്, പ്രപഞ്ചാതീതനാണ്. ഈ പദാർത്ഥാതീതനായ സൃഷ്ടാവ്, അവനെ കുറിച്ച് കേവലമായ നമ്മുടെ ചിന്ത കൊണ്ട് മാത്രമായി അപഗ്രഥിക്കുവാൻ സാധ്യമല്ല. അതേപോലെ തന്നെ മരണാനന്തര ജീവിതം ഈ ലോകത്തിന്, നമ്മുടെ ഈ സൃഷ്ടി പ്രപഞ്ചത്തിന് അതീതമായ ഒരു ലോകമാണ്. ആ ലോകത്തെ കുറിച്ച് അതുകൊണ്ട് തന്നെ നമ്മുടെ കേവല ചിന്തയുടെ മാത്രം വരുതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് അപഗ്രഥിക്കാൻ സാധ്യമല്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ ഒരു സവിശേഷത, ഖുർആൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രാപഞ്ചിക വസ്തുതകളെ കുറിച്ച് മനുഷ്യരുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് സൃഷ്ടാവായ തമ്പുരാന്റെ അസ്തിത്വത്തിലേക്ക്, ആ അസ്തിത്വത്തെ കുറിച്ച് അറിയാനും മനസ്സിലാക്കുവാനുമുള്ള ആഹ്വാനം പരിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്നു എന്നതാണ്. നമ്മുടെ ചിന്തക്ക്, നമ്മുടെ പര്യവേഷണത്തിന്, നമ്മുടെ അന്വേഷണത്തിന് വിധേയമാകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് സൃഷ്ടാവായ തമ്പുരാന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് മനുഷ്യരെ തെര്യപ്പെടുത്തുന്നു. അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിന്റെ അനിവാര്യതയെ കുറിച്ച് മനുഷ്യരെ ബോധവാന്മാരാക്കുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ശാസ്ത്രത്തിന് വിരുദ്ധമായ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ശാസ്ത്രവുമായി ബന്ധപ്പെടുന്നത്, ഈ ഗവേഷണാത്മകതയുമായി ബന്ധപ്പെടുന്നത്? മനുഷ്യന്റെ ചിന്തക്ക് ചെന്നെത്താൻ കഴിയുന്ന സകല മേഖലകളിലും ചെന്നെത്തുവാനും പര്യവേഷണം നടത്തുവാനും പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് മനുഷ്യരെ ആഹ്വാനം ചെയ്യുന്നത് കാണാൻ കഴിയും. ചിന്തിക്കുവാനും പഠിക്കുവാനും വേണ്ടിയുള്ള ആഹ്വാനം പരിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ പ്രബോധനങ്ങളിലൊന്നാണ്. ഖുർആൻ ഒന്നാമതായി പഠനത്തിനും ഗവേഷണത്തിനും മനുഷ്യരെ ആഹ്വാനം ചെയ്യുന്നു. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല السماء കൈഫ റുഫിഅത് വഇല الجبال കൈഫ നുസിബത് വഇല الارض കൈഫ സുതിഹത്. പരിശുദ്ധ ഖുർആൻ 58ാമത്തെ അധ്യായം സൂറത്തുൽ നാശിയയിലെ 17 മുതൽ 20 വരെയുള്ള വചനങ്ങൾ നമുക്കറിയാം. ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ല, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്. ഉപരിലോകത്തേക്ക് അവർ നോക്കുന്നില്ല, അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത് എന്ന്. പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ല, അവ എങ്ങനെയാണ് നാട്ടി നിർത്തപ്പെട്ടിട്ടുള്ളത് എന്ന്. ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ല, അതെങ്ങനെയാണ് വിധാനിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. അതെ, ഒട്ടകത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, പർവ്വതങ്ങളെ കുറിച്ച്, ഉപരിലോകത്തെക്കുറിച്ച്, കാറ്റിനെ കുറിച്ച്,
മഴയെക്കുറിച്ച്, സമുദ്രത്തെക്കുറിച്ച്, സസ്യലതാദികളെക്കുറിച്ച്, ജന്തുജീവജാലങ്ങളെക്കുറിച്ച്, മനുഷ്യ ശരീരത്തെക്കുറിച്ച്, ശരീരത്തിന്റെ ഭ്രൂണ രംഗത്തുള്ള പരിണാമങ്ങളെക്കുറിച്ച്, ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെക്കുറിച്ച്, ബാഹ്യാവയവങ്ങളെക്കുറിച്ച്, മനുഷ്യർക്ക് മാത്രം ദൈവം തമ്പുരാൻ നൽകിയിട്ടുള്ള ചിന്താശേഷിയെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി പഠിച്ച് അപഗ്രഥിച്ച് ദൈവം തമ്പുരാന്റെ സൃഷ്ടാവായ തമ്പുരാന്റെ അസ്തിത്വത്തെ അറിയാൻ, മനസ്സിലാക്കുവാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നു. അഥവാ ശാസ്ത്ര ഗവേഷണങ്ങളെ, പഠനത്തെ, നമ്മുടെ ഇന്ദ്രിയം ഉപയോഗിച്ചുള്ള പൂർണ്ണമായ പര്യവേഷണങ്ങളെ പരിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നു, അതിന് ആഹ്വാനം ചെയ്യുന്നു. രണ്ടാമതായി പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു, ബുദ്ധിയുള്ളവർ ആണ് പ്രാപഞ്ചിക പഠനം നടത്തുന്നത് എന്ന്. നമുക്കറിയാം, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തുൽ ലിൽ അൽബാബ്. പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 190-ാമത്തെ വചനം. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറിയുള്ള രാപ്പകലുകളുടെ ആഗമനത്തിലുമെല്ലാം ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ചിന്തിക്കുന്ന ജനങ്ങൾക്ക്, ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അത്തരം ആളുകളെ കുറിച്ച് പിന്നീട് പറയുന്നത്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. 191-ാമത്തെ വചനം. നമുക്കറിയാം അവരാരാണ്? അവർ നിന്നും കിടന്നും ഇരുന്നുമെല്ലാം പടച്ച തമ്പുരാനെ സ്മരിക്കുന്നവരാണ്. പടച്ച തമ്പുരാനെ സ്മരിക്കുന്നവർ. കാരണം അവർക്ക് ചുറ്റുമുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ അവർക്ക് ദൈവം തമ്പുരാന്റെ അസ്തിത്വത്തെ അറിയാതിരിക്കാൻ, മനസ്സിലാക്കാതിരിക്കാൻ, ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല. ഓരോ ചെറുതും വലുതുമായ പ്രതിഭാസങ്ങൾ ചിന്തിക്കുന്ന ആളുകൾക്ക് സൃഷ്ടാവായ തമ്പുരാന്റെ കൃത്യമായ വെളിപ്പെടുത്തലുകളായി അവർക്ക് അനുഭവത്തിൽ വരുന്നു. അങ്ങനെയുള്ള ആളുകൾ അവർ ചിന്തിക്കുന്നവരാണ്, ബുദ്ധിയുള്ളവരാണ്, ബുദ്ധിയുള്ള ആളുകളാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അവർ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കും. നിരന്തരമായി അവർ പറയും, സൃഷ്ടികർത്താവായ തമ്പുരാനെ, നീ ഇവയൊന്നും തന്നെ വെറുതെ വൃഥാവിലായി സൃഷ്ടിച്ചു വെച്ചതല്ല എന്നവർ ആത്മഗതമായി പ്രഖ്യാപിക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇനി ഖുർആൻ പിന്നീട് പറയുന്നത്, ചിന്തിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് എന്ന്. ചിന്തിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. അതല്ലാത്ത പക്ഷം അവർ നരകത്തിലേക്ക് പോകുന്നവരായി തീരുന്നതാണ്. ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്ത് ആറാഫിലെ 179-ാമത്തെ വചനത്തിൽ എന്ന് തുടങ്ങുന്ന വചനം നമുക്കറിയാം. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ലഹും ഖുലൂബും ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് മനസ്സുകളുണ്ട്, ചിന്തിക്കുവാനുള്ള കഴിവ് പടച്ച തമ്പുരാൻ അവർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. അതേപോലെ തന്നെ കണ്ണുകളുണ്ട്, അതുകൊണ്ട് കാണേണ്ടത് കാണുന്നില്ല. കാതുകളുണ്ട്, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം ബൽ ഹും മദൽ എന്നാ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അവർ മൃഗങ്ങളെ പോലെയാണ്, അല്ല അവരെക്കാളും മതപ്പതിച്ചവരാണ്. അപ്പോ മൃഗങ്ങളെ പോലെയാകുന്നവരല്ല, മൃഗങ്ങളെക്കാളും മതപ്പതിച്ചവർ. മൃഗങ്ങൾക്ക് അതിന് കഴിവ് നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ മനുഷ്യന് ചിന്തിക്കുവാനും ഗവേഷണം ചെയ്യുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാമുള്ള കഴിവ് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണുപയോഗിച്ച് കാണേണ്ടത് കാണുകയും കാതുപയോഗിച്ച് കേൾക്കേണ്ടത് കേൾക്കുകയും മനസ്സ് ഉപയോഗിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുകയും ചുറ്റുപാടുകളെ കുറിച്ച് പഠിക്കുകയും അതിൽ നിന്ന് സൃഷ്ടികർത്താവായ തമ്പുരാനെ കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ് ബുദ്ധിയുള്ള ആളുകളെന്നും അത് ഓരോരുത്തരുടെയും കടമയാണ് എന്നും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് പരിശുദ്ധ ഖുർആന്റെ ഒരു പ്രസ്താവന, ഇത് നമുക്ക് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മതത്തിനുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഖുർആനിൽ ഈ പ്രസ്താവനയുടെ ശാസ്ത്രവുമായുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മൾ പലപ്പോഴും ധരിക്കാറുള്ള ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ വചനം, ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് തുടങ്ങുന്ന വചനം. മതത്തിൽ യാതൊരു ബലാത്കാരവുമില്ല, നിർബന്ധവുമില്ല എന്ന പരിശുദ്ധ ഖുർആനിലെ വചനം. ഇത് മതം അടിച്ചേൽപ്പിക്കേണ്ടതാണ് എന്നും മതം ആളുകളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് നിർബന്ധിച്ച് മതത്തിന്റെ വിശ്വാസങ്ങളും കാര്യങ്ങളുമെല്ലാം അടിച്ചേൽപ്പിച്ചുകൊണ്ട് നടപ്പിൽ വരുത്തേണ്ടതാണ് എന്നുമുള്ള മധ്യകാലഘട്ടത്തിലെ വീക്ഷണമാണ്, മതവീക്ഷണമാണ്. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിനെ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് ശാസ്ത്രീയമായി പുരോഗമിച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ ഈരട്ടിൽ ശാസ്ത്രരംഗത്ത് അല്ലെങ്കിൽ ശാസ്ത്ര മത സംഘടനകൾക്ക് തുടക്കം കുറിക്കുവാൻ കാരണമായി ഭവിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ മതത്തോടുള്ള ഈ സമീപനം, മതം മനുഷ്യരുടെ ഹൃദയങ്ങൾക്കകത്ത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് സ്വീകരിക്കേണ്ട കാര്യമാണ് എന്നും അടിച്ചേൽപ്പിച്ച് നടപ്പാക്കേണ്ട കാര്യമല്ല എന്നും ഉള്ള കൃത്യമായ പ്രബോധനത്തിന്റെ ഈ രംഗത്തുള്ള പ്രസക്തി നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.